കടുത്ത LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കേസെടുക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം. പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. UDF നേതാക്കൾക്കെതിരെ മോശം പരാമർശം നടത്തിയവർക്കെതിരെ CPM എന്തു നടപടിയെടുത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. പ്രസംഗ വീഡിയോയും മാധ്യമ വാർത്തകളും പരിശോധിച്ച ശേഷമാണ് UDF നിയോജക മണ്ഡലം ചെയർമാനായിരുന്ന ഇർഷാദിനെതിരെ കേസെടുക്കാൻ പോലീസിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. സ്ത്രീകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തൽ, തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിധമുള്ള തെറ്റായ പ്രസ്താവന നടത്തൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തുക. അധിക്ഷേപ പരാമർശത്തിന് ശേഷവും തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണെന്ന് യു പ്രതിഭ 24-നോട് പറഞ്ഞു. ആ വ്യക്തി ഉറക്കെ പറഞ്ഞു, അണികളായിട്ടുള്ള കുറേ ആളുകൾ അത് മുഖമില്ലാത്തവരാണ് സോഷ്യൽ മീഡിയ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തുമാത്രം ആക്രമണം നേരിട്ടാണ് വന്നിരിക്കുന്നതെന്നറിയോ. ഇപ്പം തന്നെ വീണ്ടും വളച്ചൊടിച്ച കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കള്ള ക്യാമ്പയിനാണ് 2 ദിവസമായിട്ട് വീണ്ടും ഇറക്കുന്നത്. സാംസ്കാരിക ഔന്നത്യം മറന്നാണ് UDF പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കണം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അധിക്ഷേപ പരാമർശത്തെ UDF നേതാക്കൾ അപലപിച്ചു. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് ചാക്കാലശ്ശേരി മാന്യതയുടെയും മര്യാദയുടെയും സീമ ലംഘിച്ചെന്ന് ചാണ്ടി ഉമ്മൻ 24-നോട് പ്രതികരിച്ചു. അതൊക്കെ പറയുന്നത് തീർച്ചയായും ഒരു മാന്യതയുടെയും മര്യാദയുടെയും സീമയൊക്കെ ലംഘിക്കുകയാണ്. അശ്വിൻ പാലാഴി, ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.